നമസ്കാരം. ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ പത്മജ വേണുഗോപാലിനെ അപമാനിച്ച രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നാളെ വിധി എഴുതാൻ പോവുകയാണ് പാലക്കാട്. സ്ഥാനാർത്ഥി പ്രശ്നങ്ങൾക്ക് പിന്നാലെ കോൺഗ്രസിൽ ആരംഭിച്ച അസ്വാരസ്യങ്ങളാണ് പാലക്കാട് ബി.ജെ.പിക്ക് അനുകൂലമായ കാറ്റ് വിധിക്കാൻ സാധ്യത വർദ്ധിപ്പിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥിയായിരിക്കുന്നത് കോൺഗ്രസ് എല്ലാവർക്കും ദഹിച്ചിട്ടില്ല. അതിനു പിന്നാലെ സരിന്റെ പാർട്ടി മാറ്റവും രാഹുൽ മാങ്കൂട്ടത്തെ ജനങ്ങൾക്കിടയിൽ അപ്രിയനാക്കി. രാഷ്ട്രീയത്തിലെ അധികായനായ കരുണാകരന്റെ മകളെയാണ് കോൺഗ്രസ് നേതാക്കൾ അപമാനിച്ചത്. ഇത് കോൺഗ്രസിന് വൻ തിരിച്ചടിയാകുമെന്നതിൽ സംശയമില്ല. കോൺഗ്രസിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ സരിന് ഇടതുപക്ഷത്തു നിന്ന് അത്ര പിന്തുണ ലഭിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ട്രോളി ബാഗ് വിവാദവും കോൺഗ്രസിന് തിരിച്ചടിയായേക്കും. എന്നാൽ നാളെ പാലക്കാട് വിധി എഴുതുമ്പോൾ ബി.ജെ.പിക്ക് ഒട്ടും ഭയമില്ല. എത്ര കാലം കൊണ്ട് അറിയാവുന്നതാണ് സി കൃഷ്ണകുമാറിനെ. അദ്ദേഹം തന്നെ വിജയിക്കുമെന്ന് ബി.ജെ.പിയെ സ്നേഹിക്കുന്നവർ ഒന്നടങ്കം പറയുന്നു. എത്ര കാലം കൊണ്ട് അറിയാവുന്നതാണ് സി കൃഷ്ണകുമാറിനെ. അദ്ദേഹം തന്നെ വിജയിക്കുമെന്ന് ബി.ജെ.പിയെ സ്നേഹിക്കുന്നവർ ഒന്നടങ്കം പറയുകയാണ്. ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി ജയിച്ചാൽ മാത്രമേ പാലക്കാടിന് ഇനി രക്ഷയുള്ളൂ എന്ന് ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും ബി.ജെ.പിക്കാണ് മുൻതൂക്കമെന്ന് ജനങ്ങളുടെ പ്രതികരണങ്ങൾ കൂടി വ്യക്തമാണ്. കേന്ദ്ര സർക്കാർ 3800 കോടിയുടെ ഇൻഡസ്ട്രിയൽ വികസന പാർക്ക് ആരംഭിക്കാൻ ലക്ഷ്യമിട്ടിരിക്കുകയാണ് പാലക്കാട്. അത്തരം വികസനോന്മുഖ കാര്യങ്ങൾ പാലക്കാട് ഉണ്ടാകണമെങ്കിൽ ബി.ജെ.പി ജയിക്കണമെന്നും ജനങ്ങൾക്കറിയാം. അവസാന മണിക്കൂറിലും നഗരത്തിന്റെ വികസന പ്രശ്നങ്ങൾ പ്രചാരണത്തിൽ ഉയർത്തിയാണ് കൃഷ്ണകുമാർ പിന്തുണ തേടിയത്. നിർമ്മാണം മുടങ്ങിക്കിടക്കുന്ന ഇൻഡോർ സ്റ്റേഡിയം സന്ദർശിച്ച സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ മുനിസിപ്പൽ കൗൺസിലർമാരുടെ കൂടെ നഗരത്തിൽ പ്രചാരണത്തിനിറങ്ങി. ചാനൽ ചർച്ചയിലൂടെയല്ല കൃഷ്ണകുമാർ നേതാവായത്. LDFിലെയും UDFിലെയും അസംതൃപ്തരുടെ വോട്ടുകൾ ഇതുകൊണ്ട് തന്നെ ബി.ജെ.പിക്ക് അനുകൂലമാകുമെന്നാണ് NDAയുടെ പ്രതീക്ഷ. നിഷേധ വോട്ടുകൾ വിജയത്തിൽ വലിയ പങ്കുവഹിക്കുമെന്ന് സി കൃഷ്ണകുമാർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. മത സാമുദായിക നേതാക്കളെ സന്ദർശിച്ചായിരുന്നു ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഗൃഹ സന്ദർശനങ്ങൾ ഉൾപ്പെടെയുള്ള പ്രചാരണ പരിപാടികൾ പൂർത്തീകരിച്ചിരുന്നു. വിശ്വാസ സമൂഹവുമായി സംവദിച്ച കൃഷ്ണകുമാർ പള്ളി വികാരികളെയും കണ്ട് പിന്തുണ അഭ്യർത്ഥിച്ചു. തുടർന്ന് CSI റോബിൻസൺ ചർച്ചും സന്ദർശിച്ചു. മാർത്തോമ പള്ളിയിലെത്തിയ സ്ഥാനാർത്ഥി അവിടെയുള്ള വികാരിയെയും കണ്ട് പിന്തുണ തേടി. കേരള ചെട്ടി മഹാസഭാ നേതാക്കളെ സന്ദർശിച്ച് അവരുടെയും പിന്തുണ നേടി. വിദ്യാഭ്യാസം കൊണ്ടും സംസാര ശൈലി കൊണ്ടും ജനങ്ങളെ കയ്യിലെടുത്ത നവ്യ ഹരിദാസും പാലക്കാട് പ്രചാരണത്തിനുണ്ടായിരുന്നു. വയനാട്ടിലെ തെരഞ്ഞെടുപ്പിന് ശേഷം പാലക്കാട്ടെ സ്ഥാനാർത്ഥികളെ കൂടി കാണാൻ നവ്യ എത്തിയത് ബി.ജെ.പിയുടെ വോട്ട് സാധ്യത വർദ്ധിപ്പിച്ചു. ബലിദാനി ശ്രീനിവാസന്റെ വീട് കൂടി സന്ദർശിച്ചാണ് അന്ന് നവ്യ മടങ്ങിയത്. എന്താവശ്യത്തിനും കൃഷ്ണകുമാർ കൂടെ കാണുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിന് ചാനലിൽ ചർച്ച ചെയ്യാൻ മാത്രം അറിയാമെന്നും പ്രദേശവാസികൾ പറയുന്നു. ഉള്ള വീടും സ്ഥലവും നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ബി.ജെ.പിക്ക് ഒപ്പം നിൽക്കണമെന്നും ജനങ്ങൾ പറയുന്നതും ഇതുകൊണ്ടാണ്.